എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സാംസ്കാരിക നായകർ എന്ന വിഭാഗത്തിൽ ചട്ടമ്പി സ്വാമിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആരൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ, ഗുരുക്കന്മാരൊക്കെ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കണം. എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ LGS ആണെങ്കിലും ഡിഗ്രി മെയിൻസിലാണെങ്കിലും ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണല്ലേ സാംസ്കാരിക നായകർ. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ക്ലാസ്സൊക്കെ ഒന്ന് കേട്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ചട്ടമ്പി സ്വാമികൾ പഠിക്കാം. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നതാണ് ചട്ടമ്പി സ്വാമികൾ അല്ലെ. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ജനനം എന്നാണ് 1853 ഓഗസ്റ്റ് 25. എല്ലാം പഠിക്കണം കേട്ടോ. ഇതൊക്കെ സഹിതം, അതായത് ഈ ജനനം എല്ലാം നമ്മൾ പഠിക്കണം. ഫുൾ പഠിക്കണം. ഒന്നും പഠിക്കാതെ വിടാൻ പറ്റുന്നതല്ല കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തിൻ്റെ ഇരട്ടി പഠിക്കാനിരിക്കുന്നവരുണ്ട്. അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട് അല്ലേ. നമ്മളിലും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നവരുണ്ട്. പല ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ അതുപോലത്തെ ഒരാളായിരിക്കും. അതെല്ലാം വീട്ടിലിരുന്ന് പഠിക്കാൻ, ഇപ്പോഴത്തെ ഒരു ഇതിൽ വീട്ടിലിരുന്ന് പഠിക്കാൻ സാധിക്കുന്ന ആളായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നന്നായി വിനിയോഗിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതൊരു തരത്തിലുള്ള ഉഴപ്പും വരാതെ നമുക്ക് കിട്ടുന്ന സോഴ്സസ് നന്നായി യൂസ് ചെയ്യുകയും വേണം. ഒന്നും വിട്ട് കളയാത്ത രീതിയിൽ വേണം ഇപ്പോൾ പഠിക്കാനായിട്ട്. ഒരു പോയിന്റ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവരുത്. ഓക്കെ, ആ രീതിയിൽ വേണം നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ പഠിക്കാം. ആദ്യം ജനനം 1853 ഓഗസ്റ്റ് 25. ജനനം 1853 ഓഗസ്റ്റ് 25. അപ്പോൾ മലയാള വർഷമാണെങ്കിൽ എന്ത് പറയും? മലയാള വർഷമാണെങ്കിൽ അത് 1029 ചിങ്ങം 11. 1029 ചിങ്ങം 11. അപ്പോൾ 1853 ഓഗസ്റ്റ് 25 ഓർക്കുക. പിന്നെ 1029 ചിങ്ങം 11 എന്നും ഓർക്കാം. ഓക്കെ, ഓഗസ്റ്റ് 25 എന്ന് പറയുന്നത് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതും ഓർത്തു വയ്ക്കാം. ഓക്കെ ആയല്ലോ. 1853 ഓഗസ്റ്റ് 25, 1029 ചിങ്ങം 11. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല. എവിടെയത്? തിരുവനന്തപുരം കേട്ടോ. എവിടെയാണ്? തിരുവനന്തപുരത്താണ് ജന്മസ്ഥലം. കൊല്ലൂർ കണ്ണൻമൂല, തിരുവനന്തപുരം. ജന്മഗൃഹം ഏതാണ്? ഉള്ളൂർക്കോട് വീടാണ്. ഉള്ളൂർക്കോട് വീട്. അപ്പൊ ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് 25 നമ്മൾ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. പിന്നെ കൊല്ലൂർ കണ്ണൻമൂലയിലെ ഉള്ളൂർക്കോട് വീട്ടിലാണ് ജനിച്ചത്. ഉള്ളൂർക്കോട് വീട്ടിലാണ് ജനിച്ചത്. പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ, മാതാവ് നങ്ങമ്മ. ഓക്കെ, വാസുദേവ ശർമ്മയുടെയും നങ്ങമ്മയുടെയും പുത്രനായിട്ട് എവിടെ ജനിച്ചു? ഉള്ളൂർക്കോട് വീട്ടിൽ. കൊല്ലൂർ കണ്ണൻമൂല തിരുവനന്തപുരം ഉള്ളൂർക്കോട് വീട്ടിലാണ് ചട്ടമ്പി സ്വാമികൾ. അല്ലെങ്കിൽ യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നാണ്. അയ്യപ്പൻ. അപ്പൊ അയ്യപ്പൻ ജനിച്ചത് എവിടെയാണ്? ഉള്ളൂർക്കോട് വീട്ടിൽ. കൊല്ലൂർ കണ്ണൻമൂല ഉള്ളൂർക്കോട് വീട്ടിലാണ് ജനിച്ചത്. വാസുദേവ ശർമ്മയും നങ്ങമ്മയും. ഓക്കെ, പിതാവ് വാസുദേവ ശർമ്മയും മാതാവ് നങ്ങമ്മയുമാണ്. യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. ബാല്യകാലനാമം എന്താണ്? കുഞ്ഞൻപിള്ള. യഥാർത്ഥ നാമം അയ്യപ്പൻ. ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയില്ല. എന്താണ്? സമാധിയായ വർഷം 1924 മെയ് 5 കേട്ടോ. 1924 മെയ് 5. അപ്പൊ ജനിച്ച വർഷം ഏതായിരുന്നു എന്ന് പറഞ്ഞേ? 1853 ഓഗസ്റ്റ് 25 അല്ലെ. ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 അത് 1029 ചിങ്ങം 11 എന്ന് മലയാള വർഷത്തിൽ പറയുന്നു. ഓക്കെ, മലയാള വർഷമാണെങ്കിൽ അത് ചിങ്ങം 11. 1029 ചിങ്ങം 11. സമാധി ആയത് 1924 മെയ് 5. ഇനി യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. നോക്കൂ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യകാല ഗുരു ആരാണ്? ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരു ആരായിരുന്നു? പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ കേട്ടോ. പേട്ടയിൽ രാമൻപിള്ള ആശാൻ. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വന്നത് എങ്ങനെയാ? അതായത് ഈ രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ ഒരു ലീഡർ എന്ന മുഖേന അല്ലേ, നമ്മൾ പറയില്ലേ ലീഡർ, ഒരു പ്രതിനിധിയായിട്ട്, ഒരു മോണിറ്റർ ആയിട്ട്, അങ്ങനെ ആരെ നിയമിച്ചു? ഈ കുഞ്ഞൻപിള്ളയെ നിയമിച്ചു. അങ്ങനെയാണ് ചട്ടമ്പി, മോണിറ്റർ എന്ന ഒരു അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് കേട്ടോ. അപ്പൊ അത് ഈ പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ വെച്ചാണ് ലഭിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കാം. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഇനി അതുകൂടാതെ വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? സുബ്ബജടാപാടികളാണ്. ആരാണ്? സുബ്ബജടാപാടികൾ. സുബ്ബജടാപാടികൾ ഏതിലൊക്കെയാണ്? വേദം, പിന്നെ ഉപനിഷത്ത്, വേദം, ഉപനിഷത്ത്, സംസ്കൃതം, യോഗ, അതിലൊക്കെ ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? സുബ്ബജടാപാടികളായിരുന്നു. സുബ്ബജടാപാടികൾ.
ഈ ചട്ടമ്പി സ്വാമികളെ ഒരു സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാരാ? സുബ്ബജടാപാടി. നമുക്കറിയാം യോഗ, വേദം, ഉപനിഷത്ത്, അതൊക്കെ സംസ്കൃതം, അതൊക്കെ പഠിപ്പിച്ചത് ആരാണ്? സുബ്ബജടാപാടികളാണെന്ന് പറഞ്ഞല്ലേ. വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗാവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജടാപാടികളാണ്. അദ്ദേഹമാണ് ചട്ടമ്പി സ്വാമിയെ ഈ സന്യാസ വൃത്തി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. ഓക്കെ. അതുകൂടാതെ വേറൊരു ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ആരാണ്? സ്വാമിനാഥ ദേശികർ. അതായത് തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമിയുടെ ഗുരു ആരായിരുന്നു? തമിഴായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ. ഇപ്പൊ തമിഴ് വ്യാകരണത്തില് തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? സ്വാമിനാഥ ദേശികർ ആയിരുന്നു. സ്വാമിനാഥ ദേശികർ. അപ്പൊ ആരൊക്കെ പഠിച്ചു? ഗുരു എന്ന നിലയിൽ പേട്ടയിൽ രാമൻപിള്ളை ആശാൻ, ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ളை ആശാനാണ്. അവിടെ നിന്നാണ് ചട്ടമ്പി എന്ന പേര് കിട്ടിയെന്ന് പഠിച്ചു. പിന്നെ പറഞ്ഞു വേദം, ഉപനിഷത്ത്, യോഗ, സംസ്കൃതം, അതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് സുബ്ബജടാപാടികളാണ്. അപ്പൊ അദ്ദേഹം തന്നെയാണ് സന്യാസവൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ചതെന്ന് പഠിച്ചു. പിന്നെ തമിഴായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗുരുവാണ് ആര്? സ്വാമിനാഥ ദേശികർ. അതായത് തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? സ്വാമിനാഥ ദേശികർ ആയിരുന്നു. ബോറടിക്കുന്നുണ്ടോ രണ്ടു തവണ പറയുമ്പോൾ? നമ്മൾ എന്തായാലും ഈ ഒരു ക്ലാസ്സോട് കൂടി ചട്ടമ്പി സ്വാമികൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ, ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ചട്ടമ്പി സ്വാമികളെ പറ്റി എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്കത് എഴുതാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം പഠിക്കേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം ഏതാണ്? വടിവീശ്വരം. വടിവീശ്വരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാടാണ് കേട്ടോ. വടിവീശ്വരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ജനിച്ചത് എവിടെയാ? കണ്ണൻമൂല അല്ലെ. ജനിച്ചത് തിരുവനന്തപുരം കൊല്ലൂർ കണ്ണൻമൂലയിലാണ്. പിതാവ് മാതാവ് ആരായിരുന്നു? വാസുദേവ ശർമ്മയുടെയും നങ്ങമ്മയുടെയും പുത്രനായി ഉള്ളൂർക്കോട് വീട്ടിലാണ് ജനിച്ചത്. ഉള്ളൂർക്കോട്. ഓക്കെ. അപ്പം നമ്മൾ എന്തിപ്പോ പറഞ്ഞേ? ബോധോദയം. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം, തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. വടിവീശ്വരം, തമിഴ്നാട്. ഇനി നോക്കൂ, ചട്ടമ്പി സ്വാമിയുടെ അടുത്ത പേരാണ് ഷൺമുഖദാസൻ. നമ്മൾ ആദ്യം പറഞ്ഞു എന്താ? യഥാർത്ഥ നാമം അയ്യപ്പൻ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേ? ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്ന് പറഞ്ഞു അല്ലെ. കുഞ്ഞായിരുന്നപ്പോൾ കുഞ്ഞൻ പിള്ളയായിരുന്നു. യഥാർത്ഥ നാമം അയ്യപ്പനായിരുന്നു. ചട്ടമ്പി സ്വാമി ഇരിക്കുന്ന ഓർത്താൽ മതി അല്ലേ. അയ്യപ്പൻ ഇരിക്കുന്നതും ശാസ്താവ് ഇരിക്കുന്നതും അതായിട്ട് റിലേറ്റ് ചെയ്തൊന്നും ഓർത്താൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞു ചട്ടമ്പി എന്ന പേര് ലഭിച്ചിട്ടുണ്ട്. സർവ്വവിദ്യാധിരാജൻ. ഇപ്പൊ നോക്കൂ, വേറൊരു പേരാണ് ഷൺമുഖദാസൻ. എന്തുകൊണ്ടാണ് ഷൺമുഖദാസൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്? അതെന്തുകൊണ്ടാണ് ഷൺമുഖദാസൻ എന്നൊരു പേര് സ്വീകരിച്ചത്? അത് സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമി സ്വീകരിച്ച പേരാണ് ഏത്? ഷൺമുഖദാസൻ. സന്യാസം സ്വീകരിച്ചതിന് ശേഷം കേട്ടോ. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമി സ്വീകരിച്ച പേരേതാണ്? ഷൺമുഖദാസൻ. സന്യാസത്തിന് ശേഷം. ഓക്കെ. അപ്പൊ സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ. ഷൺമുഖദാസൻ അല്ലെങ്കിൽ ഷൺമുഖ ഭഗവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് മുരുകനെയാണ് കേട്ടോ. അപ്പൊ മുരുകന്റെ ഭക്തനായിരുന്നു, അതുകൊണ്ടാണ് ഷൺമുഖദാസൻ. ഷൺമുഖൻ എന്ന് പറയുന്നത് മുരുകനാണ്. മുരുകന്റെ ഭക്തനായതുകൊണ്ട് ഷൺമുഖദാസൻ എന്ന പേര് സ്വീകരിച്ചത്. ഓക്കെ. ഇനി ചട്ടമ്പി സ്വാമിനെ 2-3 കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാം, എന്നിട്ട് ബാക്കിയിലേക്ക് പോകാം. അതായത് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്ന നായകൻ, നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓർത്തുവയ്ക്കാം. ഹിന്ദു മതത്തിൽ നിന്നും ഏത് മതത്തിലേക്ക്? ക്രിസ്തു മതത്തിലേക്ക്. ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക്, ക്രിസ്ത്യൻ. ഓക്കെ. ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അത് മാത്രമല്ല, ഇപ്പൊ അഹിംസ പ്രചരിപ്പിക്കുക, സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ അതൊക്കെ അതിന്റെ പ്രധാന പങ്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞു തന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ. അതായത് റിലേറ്റ് ചെയ്ത് എന്താ ഇപ്പം സസ്യഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണ്, അഹിംസ എന്താണ് എന്നൊക്കെ പ്രചരിപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്തിരുന്നു. പിന്നെ സസ്യഭക്ഷണത്തിന്റെയും അഹിംസയുടെയും ഒക്കെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു തന്നു. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എന്താണ്? തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചു അല്ലെ. ക്ലർക്കായിട്ട്. എവിടെ? സെക്രട്ടേറിയറ്റ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഡിഗ്രിക്ക് വേണ്ടി നമ്മളിപ്പം ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആരാണ് ഈ നവോത്ഥാന നായകൻ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ. ആ ഒരു രീതിയിൽ വേണം ഡിഗ്രിക്കാർ പഠിക്കാൻ. അല്ലാതെ ഇപ്പോൾ LGS 10th ലെവൽ ആകുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിൽ തൽക്കാലം പഠിച്ചാൽ മതിയാവും. ഇനി നോക്കിയേ, അദ്ദേഹം പറഞ്ഞതാണ് ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്താണ്? ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ. അടുത്തത് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എവിടെയാണ്? പന്മനയാണ് കേട്ടോ. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. ഇവിടെ
ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്തായിട്ട് ശിഷ്യന്മാർ ഒരു ക്ഷേത്രം പണിയുകയുണ്ടായി. അതിന്റെ പേരാണ് ബാലഭട്ടാരക ക്ഷേത്രം. എന്താണ്? ബാലഭട്ടാരക ക്ഷേത്രം. അപ്പോൾ ശിഷ്യന്മാർ ഈ പന്മനയിൽ ഒരു ക്ഷേത്രം പണിതു. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ്? ബാലഭട്ടാരക ക്ഷേത്രം ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. പിന്നെ 2014 ഏപ്രിൽ 30 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ഇദ്ദേഹത്തോടുള്ള ചട്ടമ്പി സ്വാമികളോടുള്ള ആദരവ് സൂചകമായി എന്നാണ് 2014 ഏപ്രിൽ 30. ഈ ഡേറ്റും ഓർത്തു വയ്ക്കാം. അപ്പൊ നമ്മൾ ഏതൊക്കെ ഡേറ്റ് പഠിച്ചു? 1853 ഓഗസ്റ്റ് 25 ജനിച്ചു. അത് മലയാള വർഷം 1029 ചിങ്ങം 11 അല്ലേ? പിന്നെ സമാധിയായത് 2024 മെയ് 5 സമാധിയായത്. അപ്പൊ ഇവിടെ നോക്കി 2014 ഏപ്രിൽ 30 പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്നത്. കണക്ട് ചെയ്യാലോ 1924 2014 ഒരു 4 വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിനുള്ള വിശേഷണങ്ങൾ നോക്കി. ബാലഭട്ടാരകൻ അല്ലെ? ബാലഭട്ടാരകൻ, സർവവിദ്യാധിരാജൻ, കാവ്യ ധരിക്കാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? ഏതാ? വേദാധികാര നിരൂപണമാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. എന്താ വേദാധികാര നിരൂപണത്തിൽ അദ്ദേഹം പറയുന്നത്? അതായത് എല്ലാവർക്കും, ഇപ്പൊ എല്ലാ ഹിന്ദുക്കൾക്കും എടുത്തു പറയുകയാണെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രമല്ല, വേദപഠനം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് മാത്രമുള്ളതല്ല, അതെല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് ചട്ടമ്പി സ്വാമി വാദിച്ച കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ്. അപ്പൊ ആ വേദാധികാര നിരൂപണത്തെ പറ്റിയിട്ടാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെ? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഇനി അടുത്തത് ഏതാ നോക്കി. അടുത്ത കൃതി പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് പ്രാചീന മലയാളം. ഏതാണ്? പ്രാചീന മലയാളം. എപ്പോഴും ചോദിക്കാറുള്ളതാണല്ലേ എല്ലാം ചോദിക്കാറുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ എല്ലാ കൃതികളും, പ്രധാനപ്പെട്ട എല്ലാ കൃതികളും പരീക്ഷയിൽ മാറി മാറി ചോദിക്കാറുണ്ട്. ഈ പ്രാചീന മലയാളത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാ? പ്രാചീന മലയാളമാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളമാണ്. അപ്പൊ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് പ്രാചീന മലയാളം. പിന്നെ അത് മാത്രമല്ല, ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയും പ്രാചീന മലയാളമാണ്. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ, ഇവിടെ നോക്കൂ, മോക്ഷപ്രദീപം എന്ന് പറയുന്ന ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് അല്ലെ? മോക്ഷപ്രദീപം എന്ന് പറയുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. അത് കിട്ടൂലോ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് ഇത് മോക്ഷപ്രദീപം. അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയതാണെങ്കിൽ മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം. മനസ്സിലായല്ലോ? കണക്ട് ചെയ്യാലോ. അപ്പൊ മോക്ഷപ്രദീപം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയും മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറയുന്നത് ആരുടെയുമാണ്? ചട്ടമ്പി സ്വാമികളുടെയുമാണ്. അടുത്തത് ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി. ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ഏത് കൃതിയിലൂടെയാണ് അദ്ദേഹം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തത്? ക്രിസ്തുമതചേതനം. ഏതാണ്? ക്രിസ്തുമതചേതനം. ക്രിസ്തുമതചേതനം. ഇപ്പൊ ക്രിസ്തീയ മിഷണറിമാർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വന്നം? ക്രിസ്തുമതചേതനം വന്നം. പിന്നെ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? വേദങ്ങൾ ബ്രാഹ്മണന്റെ മാത്രമല്ല എല്ലാ ഹിന്ദുക്കൾക്കും അവകാശം ഉണ്ടെന്ന് പറഞ്ഞത് വേദാധികാര നിരൂപണമാണ്. പിന്നെ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്നതിനെ ഖണ്ഡിക്കുന്നത് ഏതാണ്? അത് പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി. അടുത്ത കൃതിയാണ് മനുഷ്യ സമൂഹത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി. ഏതായിരിക്കും? തമിഴ് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് തമിഴായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം നമ്മൾ പഠിച്ചത്? ഒരു ഗുരു ഉണ്ടായിരുന്നല്ലേ? ആരാണ്? സ്വാമിനാഥ ദേശികർ. തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിരുന്നു സ്വാമിനാഥ ദേശികർ. കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പം ആദിഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? ആദിഭാഷ.
ആദിഭാഷ. ഓക്കെ, അപ്പൊ മനുഷ്യ സമൂഹത്തിന്റെ ആദിഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. ഓക്കെ ആയല്ലോ. അപ്പൊ ഇത് ഇത്രയും ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, പ്രാചീന മലയാളം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോ സെന്റൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്തായിരുന്നു? അത് ഓർത്തു വെക്കണം കേട്ടോ. ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് സമാധി സപ്തകം എന്ന കവിത രചിച്ചത് ആരാണ്? സമാധി സപ്തകം. സമാധി സപ്തകം എന്ന് പറയുന്ന ഒരു കവിതയാണ് കേട്ടോ. സമാധി സപ്തകം എന്ന് പറയുന്നത് കവിതയാണ്. കവിത അത് രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്തകം. സമാധി സപ്തകം. സമാധി സപ്തകം എന്ന് പറയുന്ന കവിതയാണെന്ന് ഓർത്തു വെക്കണം. അത് എന്താണ് രചിച്ചത്? അതായത് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തോടനുബന്ധിച്ചാണ്, അനുശോചനം അറിയിച്ചുകൊണ്ടാണ് അല്ലെ സമാധി. നമുക്ക് കണക്ട് ചെയ്യാം. ആരെഴുതിയത്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, ഇനി ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും അത് ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. ഇത് എഴുതിയത് കെ മഹേശ്വരൻ നായരാണ്. കെ മഹേശ്വരൻ നായരാണ് കേട്ടോ. കെ മഹേശ്വരൻ നായർ എന്താണ് എഴുതിയത്? ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. ജീവിതവും കൃതികളും. അങ്ങനെയാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും. ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതി എഴുതിയത് ആരാണ്? അത് രചിച്ചത് ടോണി മാത്യു ആണ്. ടോണി. ഓക്കെ, ടോണി മാത്യു. എന്താ പറഞ്ഞത്? ഒന്നും കൂടി പറയാം. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും. കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ്. ജീവിതവും കൃതികളും. ഓക്കെ, അത് കെ മഹേശ്വരൻ നായരാണ് എഴുതിയത്. ജീവചരിത്ര ഗ്രന്ഥമാണ് ജീവിതവും കൃതികളും. ഇനി ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന് പറഞ്ഞത് ആരുടെ കൃതിയാണ്? അത് ടോണി മാത്യു ആണ്. ദർശനം ടോണി മാത്യു. കണക്ട് ചെയ്ത് പഠിക്കണം, മാറിപ്പോരുത് കേട്ടോ. ഇനി ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ആയിട്ടുള്ള കുറച്ച് കാര്യം. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം എന്നാണ്? അത് 1882 എന്നാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. 1882. അത് ചെമ്പഴന്തിക്ക് അടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ക്ഷേത്രത്തിന്റെ പേര് ഓർത്തു വയ്ക്കുക, അണിയൂർ. ഓക്കെ, അണിയൂർ. ചെമ്പഴന്തിക്ക് അടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് 1882 കണ്ടുകിട്ടിയത്. വർഷം ഓർത്തു വയ്ക്കണം, 82. ഓക്കെ, ഇനി ഈ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തി ആരാണ്? തൈക്കാടയ്യാണ് കേട്ടോ. ഹഠയോഗ വിദ്യ. ഈ രണ്ടുപേരെ, അതായത് ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് തൈക്കാടയ്യ കേട്ടോ. തൈക്കാടയ്യ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. നവമഞ്ജരി ആരാ രചിച്ചത്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ആരോടുള്ള ബഹുമാനാർത്ഥം? ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം. അങ്ങനെ തന്നെ പഠിക്കണം. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ജരി. എന്ന് അവർ കണ്ടുമുട്ടി 1882. എവിടെ വെച്ച്? ചെമ്പഴന്തിക്ക് അടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. ഓക്കെ, അവർ രണ്ടുപേരെയും, അതായത് ചട്ടമ്പി സ്വാമിയെ ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാടയ്യ സ്വാമികളാണ്. ഓക്കെ ആണല്ലോ കേട്ടോ. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882. അങ്ങനെയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ സന്ദർശിച്ചത്, സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത് എന്നാണ്? 1892. രണ്ടും പഠിക്കാലോ. ആദ്യം ശ്രീനാരായണ ഗുരു 1882. അത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. ഇവിടെയോ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് 1892. ഓക്കെ, ഈ സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായിട്ട് ക്ഷണിച്ച വ്യക്തി ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? ഡോക്ടർ പൽപു ആണ് കേട്ടോ. ഡോക്ടർ പൽപു ആണ് സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശനത്തിനായിട്ട് ക്ഷണിച്ചത്. അപ്പോൾ കേരള സന്ദർശനത്തിന് വന്നപ്പോൾ ചട്ടമ്പി സ്വാമിയെ കുറിച്ചിട്ട് വിവേകാനന്ദൻ പരാമർശിച്ചതാണ് എന്ത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെ പറ്റിയാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പരാമർശിച്ചത്. പിന്നെ പറയേണ്ടായി, ഇനി അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ പരാമർശിച്ചത് ആരെക്കുറിച്ച്? ആ വിവേകാനന്ദനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കുറിച്ചാണ് പരാമർശിച്ചത്. ഇനി ചിന്മുദ്ര അതെന്താണെന്നും അതിന്റെ മാഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്ര. ഓക്കെ, ചിന്മുദ്ര
സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ഈ കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്ത് എത്തിയാണ് കേട്ടോ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ സന്ദർശിച്ചതും. അത് ഓർത്തു വയ്ക്കുക, എറണാകുളത്ത് വന്നിട്ടാണ് ചട്ടമ്പി സ്വാമിയെ കണ്ടത്. അപ്പോൾ ഒന്ന് നോക്കിയേ, ശ്രീനാരായണ ഗുരു 1882 ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും 1892. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെയാണ് 1882 എവിടെ വെച്ച് കണ്ടു? ചെമ്പഴന്തിക്ക് അടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. എന്നിട്ട് ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ആയതായിരുന്നു? നവമഞ്ചരി ആയിരുന്നു. പിന്നെ നമ്മൾ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ കണ്ടതെന്നാണ് 1892. അത് ആരാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് കേരള സന്ദർശനത്തിനായിട്ട്? ഡോക്ടർ പൽപു ആണ് സ്വാമി വിവേകാനന്ദനെ ക്ഷണിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്ത് എത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ സന്ദർശിച്ചത്. പിന്നെ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെ പറ്റിയാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമിയെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നത് ചട്ടമ്പി സ്വാമികൾ പരാമർശിച്ചത് ആരെക്കുറിച്ചാണ്? വിവേകാനന്ദനെ കുറിച്ചാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ചിന്മുദ്രയുടെ മഹാത്മ്യമൊക്കെ ചട്ടമ്പി സ്വാമി ആർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി? സ്വാമി വിവേകാനന്ദന് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ഓക്കെ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി ഏതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ? എപ്പോഴും ചോദിക്കുന്നതാണല്ലേ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത്, അതായത് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, അല്ലെ 5 നമ്മൾ നേരത്തെ പഠിച്ചു. അതല്ലാത്ത ബാക്കിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരെണ്ണം ക്രിസ്തുമത സാരം. ഇപ്പം മറ്റേ ക്രിസ്തുമത നിരൂപണമായിട്ട് ക്രിസ്തുമത ഛേദനവുമായിട്ട് കണക്ട് ചെയ്ത് പറയാലോ, ക്രിസ്തുമത സാരം. പിന്നെ നിജാനന്ദ വിലാസം, ക്രിസ്തുമത സാരം, നിജാനന്ദ വിലാസം, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ശ്രീചക്ര പൂജാകൽപ്പം, അദ്വൈത പഞ്ചരം. അദ്വൈതം എന്ന് കേൾക്കുമ്പോൾ നേരെ ശ്രീനാരായണ ഗുരുവിനെ ഓർക്കരുത്. അദ്വൈത പഞ്ചരം ആരുടേതാണ്? അത് ചട്ടമ്പി സ്വാമികളുടേതാണ്. പിന്നെ പുനർജന്മ നിരൂപണം, തർക്കരഹസ്യ രത്നം, അദ്വൈത ചിന്താപദ്ധതി. നോക്കിയേ, ഇവിടെ അദ്വൈത പഞ്ചരവും ഉണ്ട്, അദ്വൈത ചിന്താ പദ്ധതിയും ഉണ്ട്. ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചട്ടമ്പി സ്വാമി ഇരിക്കുന്നതൊന്ന് ആലോചിച്ചാൽ മതി, ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്വൈത ചിന്താ പദ്ധതിയും അദ്വൈത പഞ്ചരവും ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. പിന്നെ നോക്കൂ, കാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെയുള്ളതാണ് ജീവകാരുണ്യ നിരൂപണവും ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. പിന്നെ സർവമത സമാരസ്യം, ബ്രഹ്മതത്വ നിർഭാസം, തമിഴകം. ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചട്ടമ്പി സ്വാമിയെ പറ്റി പഠിച്ചതെന്ന് ഒന്ന് ഓടിച്ചു നോക്കുക കേട്ടോ. ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി നോക്കുക. അതിൻ്റെ കൂടെ റാങ്ക് ഫയൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും കൂടി വായിക്കുക. നമ്മൾ എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് ഒന്നും കൂടി വായിക്കുകയും കൂടി ചെയ്യുക. ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്, ചട്ടമ്പി സ്വാമികളായി റിലേറ്റ് ചെയ്ത ഇയർ മാത്രം നമുക്കൊന്ന് പറയാം. ഏതൊക്കെയാണ്? ജനനം എന്ന് പറയുന്നത് 1853 ഓഗസ്റ്റ് 25 അല്ലെ? 1853 ഓഗസ്റ്റ് 25. മലയാള വർഷമാണെങ്കിൽ അത് 1029 ചിങ്ങം 11. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സമാധിയായത് എന്നാണ് സമാധിയായത്? അത് 1924 മെയ് 5 സമാധിയായത്. സ്റ്റാമ്പ് വന്നത് ഇദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാമ്പ് ഇറക്കിയത്, പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്ന 2014 അല്ലെ? 2014 ഏപ്രിൽ 30 കേട്ടോ. 2014 ഏപ്രിൽ 30. പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്? പിന്നെ ശ്രീനാരായണ ഗുരു അല്ലെ? അവർ തമ്മിൽ കണ്ടുമുട്ടിയത് അത് 1882. ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും കണ്ടുമുട്ടിയത് 1892. ഓക്കെ, ഇപ്പം എല്ലാം ആയല്ലോ. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.